എന്തായാലും ഓണൊക്കെ ഓണം പടി വരെ നമ്മുടെ ജോർജ് ചേട്ടനല്ലേ പറഞ്ഞേ ജോർജ് ചേട്ടാ. ആ നിങ്ങള് നേരത്തെ എത്തിയല്ലേ? ഞങ്ങളിപ്പോ എത്തിയുള്ളൂ. വിശേഷം? നല്ല വിശേഷം. ഓണൊക്കെ അടിപൊളിയല്ലേ? ഞാൻ പള്ളിയിൽ ഒന്ന് പോയി ഒന്ന് കുമ്പസാരിച്ചു. പ്രാർത്ഥനയും കുമ്പസാരം കഴിഞ്ഞപ്പോ മനസ്സിന് നല്ല സന്തോഷമാണ്. ഞാനും ഇന്ന് അമ്പലത്തിൽ പോയി വരുമ്പോ മനസ്സിനൊരു സന്തോഷമാണ്. അത് ശരിയേട്ടാ. നമുക്ക് ഈ നിസ്കരിക്കുമ്പോൾ കിട്ടണതും ഈ സന്തോഷം തന്നെയാണ്. പണ്ടൊക്കെ എന്ത് രസമായിരുന്നു ഈ ഫുട്ബോൾ കളിയും ഈ ഓടത്തല്ലും ഒക്കെ. ഭയങ്കര രസമാണ്. മനസ്സിന് സുഖമെന്നറിയാമോ? അതൊക്കെ ജീവിതത്തിൽ ഓർക്കാൻ സുഖമുള്ള നല്ല നാളുകളല്ലേ. ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത നല്ല നാളുകൾ. അങ്ങനെ സന്തോഷമുള്ള കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ചെയ്തൂടെ? നിങ്ങളാരാ മനസ്സിലായില്ലല്ലോ. ഇവിടെ ഞാൻ ആരെങ്കിലും ആവട്ടെ ഏട്ടാ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടേ. നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പോഴും അങ്ങോട്ട് ചെയ്തൂടെ? ഈ പ്രായത്തിലാ നടക്കില്ലാട്ടാ. പ്രായമാവാത്തൊരു മനസ്സ് നിങ്ങൾക്കുണ്ടല്ലോ, അതുപോലെ. എന്നാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നില്ലെങ്കിൽ നമുക്കത് ചെയ്യാം. അത് ശരിയാണുള്ള കാര്യം. നമുക്ക് ആ പഴയ കളിയാണ് കളിച്ചാലോ? എന്നിട്ട് ഫുട്ബോളാ? അത് നമുക്ക് മാറ്റി പിടിക്കാം. ഗുസ്തി ആക്കിയാലോ? അപ്പൊ ഓണത്തല്ലുമായി. നിങ്ങൾ 3 വ്യത്യസ്ത ജാതിക്കാരാകുമ്പോൾ അങ്ങനെയൊക്കെ കളിച്ച് ഒരുമിച്ചൊക്കെ കളിച്ച് അതൊരു പ്രശ്നമാവോ? എന്ത് പ്രശ്നം? അതൊക്കെ ചിലര് ഉണ്ടാക്കുന്ന പ്രശ്നം. അത് തന്നെ. ഈ രാഷ്ട്രീയക്കാർക്ക് മതങ്ങൾ തമ്മിൽ തല്ലുപിടിച്ചാല് അവർക്ക് നിലനിൽക്കുന്നോട് തോന്നലുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ പ്രധാനം. അല്ലാതെ ഞമ്മക്കെന്ത് ജാതി, ഞമ്മക്കെന്ത് മതം. അപ്പൊ ഞാനും കൂടെ നിങ്ങളുടെ കൂടെ. അപ്പൊ നമ്മുടെ പേര് ഒരു പേരിലൊക്കെ എന്ത് ഇരിക്കണ എന്റെ ചേട്ടാ? അല്ല, ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഇവിടെയൊക്കെ തന്നെയുള്ള ആളാന്ന്. നമ്മക്ക് അങ്ങോട്ട് ഉഷാറാക്കണം. നമുക്ക് അങ്ങോട്ട് ഉഷാറാക്കാം. നമ്മള് പൊളിക്കൂട്ടാ. ചേട്ടന് വേറെ പണിവില്ലേ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട്? എടാ പീയൂഷേ, വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാലോ വിളയും, വായിക്കാതെ വളർന്നാലേ വളയും. കേട്ടിട്ടുണ്ടോ നീ ഈ വരികള്? ഇപ്പൊ കേട്ടു. ഇതാരുടെ വരികളാന്ന് നിനക്കറിയോ? എനിക്കറിയില്ല. ആ, കുഞ്ഞുണ്ണി മാഷയുടെ. അതാണ് പറഞ്ഞത് പുസ്തകങ്ങള് സമയാസമയങ്ങളിൽ വായിക്കണമെന്ന്. മനസ്സിലായ? മനസ്സിലായി. അവിടെ നിൽക്ക് ചേട്ടാ. ഈ പുസ്തകങ്ങളൊക്കെ എവിടെ കിട്ടാ? നമ്മുടെ വായനശാല കിട്ടും. നാളെ തന്നെ മെമ്പർഷിപ്പ് എടുത്തോ. ആ കരിമിക്ക. ഇതാരാ പുതിയൊരാള്? നമ്മുടെ ഒരു സുഹൃത്താ. പിന്നെ നാരായണേട്ടാ, ഓണായിട്ട് ഞങ്ങളൊരു ഗുസ്തി മത്സരം നടത്താനുള്ള പ്ലാൻ ഇടുകയാണ്. എന്നാ പിന്നെ ഞങ്ങളും കൂടാലോ? ഒരു മിനിറ്റ്, നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നേ? നാളെ ഒരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അതിന് റിഹേഴ്സൽ നോക്കാൻ പോകുന്നതാ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്താലോ, ഇവരുടെ ഡാൻസും നമ്മുടെ ഗുസ്തിയും കൂടി ഒരു മത്സരാക്കിയാലോ? പിന്നെന്താ, ഞങ്ങൾ റെഡി. എന്നാ എല്ലാവരും കൂടി നമുക്ക് ഉഷാറാക്കാം. എന്നാ ഞാനൊരു പാട്ട് പാടാം. ഉത്രാട നാളല്ലേ പോരുകില്ലേ, നീയോണപ്പാട്ടൊന്ന് പാടുകില്ലേ. അതെ അതെ, നിർത്ത്. ഈ ഓണക്കാലത്തെല്ലാം അടിപൊളി പാട്ട് പാടാം. വേറെ പിടിച്ചോ, ചിങ്ങത്തേരേറി ഓണം വരവായി, പൊന്നോണം വരവായി. പൊന്നിൻ ചിങ്ങത്തേരേറി ഓണം വരവായി, പൊന്നോണം വരവായി. ഓണപ്പുടവയൊടുക്കണ്ടേ, ഓണപ്പൂ പടകൂട്ടണ്ടേ, ഓണപ്പൂക്കളമെഴുതാനായി മുറ്റം മെഴുകണ്ടേ. ഓണത്തപ്പന് വന്നുണ്ണാൻ സദ്യയൊരുക്കണ്ടേ, ഊഞ്ഞാലിലെറിയുന്നാടേണ്ടേ, പയ്യാരം ചൊല്ലണ്ടേ. ഓണത്തല്ലൊന്നു കൂടണ്ടേ, തകതിമി തകതിത്തേതേതോ, തകതിമി തകതിത്തേതേതോ, തകതിമി തകതിത്തേതേതോ, തകതിമി തകതിത്തേതേതോ. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. ആർപ്പോ